എറണാകുളം ഉദയംപേരൂരിൽ വാഹനാപകടത്തിൽ മരിച്ച ലിനുവിന് വിട നൽകാനാണ്. റോഡരികിൽ പരിക്കേറ്റ് കിടന്ന ലിനുവിന് വഴിയാത്രക്കാരായ ഡോക്ടർമാർ അടിയന്തര ചികിത്സ നൽകിയത് വലിയ വാർത്തയായിരുന്നു. തുടർ ചികിത്സയ്ക്കിടെ ഇന്നലെയാണ് ലിനു മരണത്തിന് കീഴടങ്ങിയത്. പ്രദീപ് ജോസഫ് ഉണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, വല്ലാത്ത സങ്കടമുള്ളൊരു വാർത്തയാണല്ലേ. രാവിലെ തന്നെ ഒരുപാട് ശ്രമിച്ചു ഡോക്ടർമാരൊക്കെ, പക്ഷേ നടന്നില്ല. നിർഭാഗ്യവശാൽ ലിനുവിന് തിരിച്ച് മടങ്ങേണ്ടി വന്നു ചേതനയേറ്റ്. പറയൂ വിവരങ്ങൾ. ഞായറാഴ്ച രാത്രിയാണ് എറണാകുളം ഉദയംപേരൂരിൽ അപകടമുണ്ടായത്. കൊല്ലം പുന്നല സ്വദേശിയായ ലിനു ഡെന്നീസ് എന്ന 40 വയസ്സുകാരൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടം. പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ വഴിയരികിൽ കിടന്നിരുന്ന ലിനുവിന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മനൂപും ഒപ്പം കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ തോമസ് പീറ്ററും ഭാര്യ ദിദിയും ഒക്കെ ചേർന്ന് പ്രഥമ ശുശ്രൂഷ നൽകുകയും കൂടാതെ തുടർന്ന് നില അത്യന്തം ഗുരുതരമായ ഒരു സാഹചര്യമായതുകൊണ്ട് വഴിയരികിൽ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി ശസ്ത്രക്രിയ നടത്തുകയും ഒക്കെ ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് വലിയ വാർത്തയായി മാറിയിരുന്നു. ഒരുപാട് അഭിനന്ദനങ്ങൾ ആ ഡോക്ടർമാർക്ക് ലഭിച്ചിരുന്നു. കൂടാതെ ലിനു എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നുള്ള ആശംസകളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആശംസകളും പ്രാർത്ഥനകളുമെല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ടാണ് ഇന്നലെ ഉച്ചയോടുകൂടി ലിനു മരണത്തിന് കീഴടങ്ങിയത്. എറണാകുളത്ത് ഒരു ഭക്ഷ്യ സംസ്കരണ ഫാക്ടറിയിൽ മാനേജരായി ജോലി ചെയ്യുകയായിരുന്നു ലിനു. ക്രിസ്മസിന് വേണ്ടി ക്രിസ്മസ് ആഘോഷിക്കാൻ, കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ മക്കൾക്ക് കൈനിറയെ സമ്മാനങ്ങളുമൊക്കെയായി കൊല്ലം പുന്നലിലേക്കുള്ള യാത്രാമധ്യയാണ് ഉദയംപേരൂരിൽ വെച്ച് അപകടമുണ്ടായത്. അച്ഛൻ സമ്മാനങ്ങളുമായി എത്തുന്നത് കാത്തിരുന്ന കുഞ്ഞുങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് ലിനുവിൻ്റെ ചേതനയേറ്റ ശരീരമാണ് എത്തുക. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അന്ത്യം. മൃതദേഹം ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത്. രാവിലെ 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങും. തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ലിനുവിന് അച്ഛനും അമ്മയും ഭാര്യയും 2 കുഞ്ഞു മക്കളുമാണ് ഉള്ളത്. ലിനുവിൻ്റെ വരുമാനത്തെ ആശ്രയിച്ചായിരുന്നു ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതേസമയം ലിനുവിനൊപ്പം ഈ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ യുവാവിനും പരിക്കേറ്റിരുന്നു. ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരീരമാസകലം ഒടിവും ചതവുമൊക്കെ ഏറ്റ് സാമാന്യം ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ്. ഒപ്പമുള്ള അതായത് മുളന്തുരുത്തി സ്വദേശിയാണ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത്. ഈ മുളന്തുരുത്തി സ്വദേശിയും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ മാതൃഭൂമി ന്യൂസിൽ കൂടെ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. അതായത് റോഡ് അരികിൽ കിടത്തിയാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മനൂപും ഒപ്പം ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ തോമസ് പീറ്ററും ഭാര്യ ഡോക്ടർ ദിദിയും ഒക്കെ ചേർന്ന് സർജറി നടത്തിയത്. മൂക്കും പല്ലും ഒക്കെ വലിയ പരിക്കുകളേറ്റ് ശ്വാസകോശത്തിന് തകരാറുണ്ടായി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലായിരുന്നു ലിനു വഴിയരികിൽ കിടന്നിരുന്നത്. ഏറ്റവും ആദ്യം അവിടെ എത്തിയത് ഡോക്ടർ മനൂപാണ്. അദ്ദേഹം ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ചെയ്യുന്നത് പോലെ തന്നെ ലിനുവിൻ്റെ താടിയൊക്കെ ഉയർത്തിപ്പിടിച്ച് ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷ നൽകുന്നത് കണ്ടാണ് തോമസ് പീറ്ററും ഒപ്പം ദിദിയും അവിടേക്ക് ചെന്നത്. അങ്ങനെ അവർ മൂവരും ചേർന്ന് ഒരു റിസ്ക് എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് വഴിയരികിൽ കിടത്തി ശസ്ത്രക്രിയ ചെയ്തത്. മുമ്പ് ഞാൻ പറഞ്ഞുവല്ലോ, മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിലായിരുന്നു സർജറി. ആരോടും ആ ദൃശ്യങ്ങൾ പകർത്തരുത് എന്ന് അവർ അഭ്യർത്ഥിച്ചു. ആരും ആ ദൃശ്യങ്ങൾ പകർത്തിയതുമില്ല. ഒരു സാധാരണ ഒരു റേസറും ഒപ്പം നമ്മൾ ഈ ജ്യൂസ് കുടിക്കാൻ ഉപയോഗിക്കുന്ന, ഫ്രൂട്ടിയൊക്കെ കഴിക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രോ ഉണ്ടല്ലോ, അത്തരത്തിലൊരു സ്ട്രോയും ഉപയോഗിച്ചായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത്. അതായത് ശ്വാസകോശം അടഞ്ഞിരിക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് ആ സ്ട്രോ ഉപയോഗിച്ചാണ് ശക്തമായി ഊതിക്കൊണ്ട് ഡോക്ടർ ശ്വാസം കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ നടത്തിയത്. എന്തായിരുന്നാലും വിജയകരമായി തന്നെ ആ പ്രൊസീജിയർ പൂർത്തിയാക്കി. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തന്നെ ലിനുവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അതിനൊന്നും ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഹൃദയാഘാതം കൂടി സംഭവിക്കുകയായിരുന്നു. അങ്ങനെയാണ് ലിനു വിട പറഞ്ഞത്. രാവിലെ 10 മണിയോടുകൂടി ലിനുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി.